മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ തുറന്നടിച്ച് ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത്. വാളകത്തെ വീട്ടിൽ ഗണേഷ് കുമാറിനെ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടു. ഫോട്ടോ അടക്കം എല്ലാ തെളിവുകളും ഉണ്ട്. എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്നും ബിന്ദു മേനോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒന്നല്ല 5000 പ്രണയമുണ്ടെന്നായിരുന്നു ഇതിന് മന്ത്രി നൽകിയ മറുപടി. പോലീസ് നടപടിയെടുത്തില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. വിശദമായൊരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം. 13 വർഷം മുമ്പ് ഭാര്യ യാമിനി തങ്കച്ചി ഉന്നയിച്ച വിവാദത്തിന് സമാനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗണേഷ് കുമാറിനെതിരെ വീണ്ടും ഉയരുന്നത്. ഏറെ നാളായി ഗണേഷ് കുമാറിനോട് അകന്നു കഴിയുന്ന ഭാര്യ ബിന്ദു മേനോൻ വാളകത്തെ വീട്ടിൽ മുൻകൂട്ടി അറിയിക്കാതെയാണ് എത്തിയത്. അപ്പോൾ മോശം സാഹചര്യത്തിൽ ഗണേഷിനെ കണ്ടു എന്നാണ് ആരോപണം. ഇതിന്റെ ഫോട്ടോകളടക്കം തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് ബിന്ദു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത്തരത്തില് ഈ ചിത്രം പകർത്താൻ ഫോണിൽ കഴിഞ്ഞിരുന്നോ? ഉണ്ട്. ഐ ഹാവ് ഓൾ ദി എവിഡൻസ്. എല്ലാ തെളിവുകളും ഉണ്ട്. ഫോൺ പിടിച്ചു വാങ്ങാൻ മന്ത്രി സ്റ്റാഫ് ശ്രമിച്ചപ്പോൾ മുൻ DGP ആർ ശ്രീലേഖയെ ബിന്ദു വിളിച്ചു. അടുത്ത ബന്ധു ആയതുകൊണ്ടാണ് ശ്രീലേഖയെ വിളിച്ചതെന്ന് ബിന്ദു പറഞ്ഞു. എനിക്കൊരു പേഴ്സണൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ പേഴ്സണൽ ഡ്രൈവറോട് എൻ്റെ ഫോൺ പിടിക്കാനും എന്നെ പിടിച്ചു മാറ്റാനും എല്ലാം പറയുമ്പോൾ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഐ കോൾ മൈ സിസ്റ്റർ ഇൻ ലോ. പോലീസിനെ സഹായത്തിന് വിളിച്ചത് വട്ടായതുകൊണ്ടാണെന്ന ഗണേഷിന്റെ പ്രതികരണം കേട്ടാണ് മറുപടി പറഞ്ഞത്. ഇതിന് പരാതിയുമായി മുന്നോട്ട് പോകാനില്ലെന്നും ബിന്ദു മേനോൻ അറിയിച്ചു. ഇനി എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് ഐ ഹാവ് മൈ ഫാമിലി. ഐ ഡോണ്ട് നീഡ് എനി പ്രൊട്ടക്ഷൻ ഫ്രം ദി പോലീസ് ഓർ എനിവൺ. ഞാൻ അതിന് കേസിന് പോകാനോ ഒന്നിനും പോകുന്നില്ല. തിരഞ്ഞെടുപ്പ് കാലമായപ്പോൾ വ്യാജ പ്രചരണവുമായി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മന്ത്രിയുടെ പ്രതിരോധം. സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല. പ്രണയം ഒരു കുറ്റമല്ല. ഒന്നല്ല 5000 പ്രണയമുണ്ടെന്നും ഗണേഷ് പറഞ്ഞു. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. എഴുത്തുകാരെയും ചരിത്ര പുരുഷന്മാരെ ഉദാഹരിച്ചാണ് പ്രണയത്തെക്കുറിച്ച് ഗണേഷ് സംസാരിച്ചത്. രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. പണ്ടും വീടിനകത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നല്ലോ എന്നും ഗണേഷ് പഴയ കാര്യങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞു. എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്തതാണ്. 112ലേക്ക് വിളിച്ചിട്ട് പോലീസ് വന്നതല്ലാതെ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ വിമർശിച്ചത്. 5000 പ്രണയം എന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും സതീശൻ പറഞ്ഞു. ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഒരു സ്ത്രീ വിളിച്ചല്ലോ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്. മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ പോലീസിനെ വിളിക്കുകയാണ്. പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? ഇവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ പിന്നെ എന്തു പോലീസാണ്? ഗണേഷിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ഈ പറഞ്ഞ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ആരായാലും സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നീതിയുക്തമായ നടപടി ഉണ്ടാകുമെന്നും ബിന്ദു അറിയിച്ചു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കല്ലേ നല്ലത്. സ്ത്രീകൾക്ക് മാന്യതയും ബഹുമാന്യതയും നൽകുന്ന ഒരു സമൂഹം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ DGPക്ക് പരാതി കൊടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.